അറിയുന്ന പോലെ തന്നെ പടച്ചവൻ ആരാണ്, ആ സൃഷ്ടാവിനെ നമിക്കേണ്ടവനാണ്. ആ ഒരു ബേസിക് ഗ്രാറ്റിറ്റ്യൂഡ്, പടച്ചതമ്പുരാനോട് ചെയ്യേണ്ട അടിസ്ഥാനപരമായ നന്ദി ചെയ്യാൻ പറ്റാത്ത ആളുകൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടവരാണ്. പ്രപഞ്ചത്തിന് പടച്ചവൻ ഒരു സൃഷ്ടാവില്ല എന്ന് പറയുകയോ, നമ്മളൊരു ഒരു ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ അത് ആപ്പിൾ ആവട്ടെ, സാംസങ് ആവട്ടെ, ഓപ്പോ ആകട്ടെ, വിവോ ആവട്ടെ, ഏത് കമ്പനി ആവട്ടെ, ഇത് ആരുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഉടനെ പറയുന്നത് അത് ഇന്ന കമ്പനി സാംസങ് ഉണ്ടാക്കിയതാണ്. നിങ്ങൾ കണ്ടതാണോ? കണ്ടിട്ടൊന്നുമില്ല. സാംസങ്ങിൻ്റെ ഫാക്ടറി എവിടെ നിന്ന് ഉണ്ടാക്കിയതാണ്? കൊറിയയിൽ നിന്ന് ഉണ്ടാക്കിയതാണോ? ചൈനയിലാണോ മാനുഫാക്ചറിങ് നടന്നത്? അങ്ങ് ചെക്കോസ്ലോവാക്യയിലാണോ? നമുക്കതൊന്നും അറിയില്ല. ആരാണ് അതിൻ്റെ കൃത്യമായ ഡിസൈനിങ് ചെയ്തത് അറിയില്ല. പക്ഷെ അത് വെറുതെ വന്നതാണോ നിങ്ങളുടെ കയ്യിൽ? ഒരിക്കലുമല്ല. someone has manufactured. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടോ? ഇത് വെറുതെ മുളച്ചുണ്ടായതാണോ? അല്ല, ഒരിക്കലുമല്ല. ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഇതിലേക്ക് വേണം, ഒരുപാട് പ്രോഗ്രാമുകൾ ഇതിലേക്ക് വേണം, ഒരുപാട് അതിസങ്കീർണമായ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് നെറ്റ്വർക്കിംഗ് അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കണം. ഇത് വെറുതെ അങ്ങോട്ട് ഉണ്ടാവില്ല. ഇതൊരാൾ ഉണ്ടാക്കിയത് ആണെന്ന് നിർബന്ധമാണ്. ആളെ നീ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. സ്റ്റീവ് ജോബ്സിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കമ്പനിയാണ് മാനുഫാക്ചറിങ് ചെയ്തത് എന്ന് നിങ്ങളങ്ങ് വിശ്വസിച്ചു. കാണണം നിർബന്ധമല്ല. ഈ പ്രപഞ്ചവും ഈ ചെടിയും ഈ പൂക്കളും ഈ അന്തരീക്ഷവും മനോഹരമായ ഈ രാത്രിയും മിന്നി തിളങ്ങുന്ന താരസമൂഹങ്ങളും നിവർന്നു നിൽക്കുന്ന ചെടികളും ജന്തുജാലങ്ങളും അതിസൂക്ഷ്മമായി നമ്മുടെ കണ്ണുകൾക്ക് പോലും കാണാൻ കഴിയാത്ത അതിസൂക്ഷ്മമായ ജീവജാലങ്ങൾ, ജീവഗണങ്ങൾ നമ്മുടെ ഈ വായുവിൽ നമ്മുടെ ശ്വസിക്കുന്ന നമ്മുടെ ശ്വാസത്തിലൂടെയൊക്കെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതങ്ങ് വെറുതെ ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. മനുഷ്യൻ്റെ ഹ്യൂമൻ ബ്രെയിൻ അതിസങ്കീർണമാണ്. എത്ര വലിയ ഫോണിൻ്റെ മെച്ചം! നമ്മൾ iPhone 15 Pro Max നമ്മൾ അപ്പോൾ പുതിയ ഇനി 16 വരും, 20 വരും, 25 വരും, 30 വരും, 50 വരും. കമ്പനികൾക്ക് ഇറക്കിക്കൊണ്ടേയിരിക്കേണ്ട, അവർക്ക് മാർക്കറ്റിംഗ് ചെയ്യണം, പൈസ ഉണ്ടാക്കണം, അത് ഇറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ പറയും വാവ്, വണ്ടർഫുൾ, വളരെ മനോഹരമാണ്. ഇതിനേക്കാളും എത്ര മനോഹരമാണ് ഇതുണ്ടാക്കിയ ബ്രെയിൻ, മനുഷ്യൻ്റെ ഹ്യൂമൻ ബ്രെയിൻ. നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഈ തലച്ചോറ് ഇത് കോപ്പറല്ല, ഇതിൻ്റെ ഉള്ളിലുള്ളത് മെറ്റലല്ല, മാംസമാണ്, പേശികളാണ്, കോശങ്ങളാണ്, ടിഷ്യൂകളാണ്. അതിൻ്റെ ഉള്ളിൽ ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലുകൾ കടത്തിക്കൊണ്ടുപോയി ഇൻഫോർമേഷൻ പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന വിധം മനുഷ്യൻ്റെ ബ്രെയിനിനെ സംവിധാനിച്ചത് അങ്ങോട്ട് പൊട്ടിമുളച്ചുണ്ടായതാണെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണോ ദൈവനിഷേധികൾ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ കാണുന്ന സർവ്വതിനും സൃഷ്ടാവ് വേണം. അതുകൊണ്ടാണ് ഈ ലോകത്തെ സുഖസൗകര്യങ്ങൾ അനുഭവിച്ച ഏറ്റവും വലിയ കോടീശ്വരനായ മനുഷ്യനെ അയാൾ നരകത്തിലേക്ക് പോകേണ്ട വിശ്വാസിയായിരുന്നു, നരകത്തിലേക്ക് പോകേണ്ടവനാണ്. വഹുവ മിൻ അഹ്ലിന്നാർ. പടച്ചവനെ നിഷേധിച്ചവനോ അള്ളാഹുവിനെ അംഗീകരിക്കാത്തവനോ ബഹുദൈവ വിശ്വാസിയോ ആയിരിക്കണം. ഫയുസ്ബഗു ഫിൽ അദാബി സുബ്ഗ. നരകത്തിലേക്ക് അള്ളാഹു ഒന്നങ്ങ് മുക്കിയെടുക്കുന്നു. വളരെ പെട്ടെന്ന്, ഒരു ഇൻസ്റ്റന്റ് മുക്കൽ, പെട്ടെന്ന് മുക്കിയെടുക്കുന്നു, പുറത്തേക്ക് എടുത്തു. എന്നിട്ട് ആ മനുഷ്യനോട് ചോദിക്കും, യബ്ന ആദം ഹൽ റഅയ്ത ഖൈറൻ ഖത്തു. നിനക്കൊന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ നിന്റെ സുഖസൗകര്യങ്ങളൊക്കെ? ഹൽ മർറ ബിക നഈമുൻ ഖത്തു. നിനക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടായത് ഇപ്പൊ ഓർമ്മ വരുന്നുണ്ടോ? ഫയഖൂലു ലാ വല്ലാഹി യാ റബ്ബ്. ഇല്ല റബ്ബേ, എനിക്ക് ഓർമ്മ വരുന്നില്ല, എല്ലാം മറന്നുപോയി. ഒരൊറ്റ മുക്കലിൽ ഈ ലോകത്തിൻ്റെ എല്ലാ സുഖസൗകര്യങ്ങളും മറന്നുപോയി. സ്വന്തമായി ഫ്ലൈറ്റുകൾ, സ്വന്തമായി ഹെലികോപ്റ്ററുകൾ, സ്വന്തമായ വിമാനങ്ങൾ, സ്വന്തമായ സംവിധാനങ്ങൾ, സ്വന്തമായ ഫാക്ടറികൾ, ഏതെല്ലാം സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, എപ്പോ എങ്ങനെ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനും ഓടിയെത്താനും കഴിഞ്ഞിരുന്ന ഈ ലോകത്തിൻ്റെ ഒരു പ്രയാസവും അറിയാതെ ജീവിച്ച ഒരു ദൈവനിഷേധി അല്ലാഹു നരകത്തിലൊന്ന് മുക്കിയെടുത്തിട്ട് ഒരു ചോദ്യം, നീ ലോകത്തനുഭവിച്ച സുഖസൗകര്യങ്ങൾ ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടോ? ലാ വല്ലാഹി യാ റബ്ബ്. നരകത്തിൻ്റെ ഒരു നിമിഷത്തെ അനുഭവത്തിലൂടെ ഭൂമിയിൽ ജീവിച്ച 60, 70, 80 കൊല്ലത്തിൻ്റെ സുഖസൗകര്യങ്ങൾ മുഴുവനും മറന്നുപോയിരിക്കുകയാണ്.